അങ്ങനെ പുതിയൊരു മൈക്ക് വാങ്ങാമെന്ന് ഞാൻ വെറുതെ ഒന്ന് തീരുമാനിച്ചു. ഈ പാർട്ട് ഓഫ് ദ വോയിസ് ഓവർ ഐ ആം റെക്കോർഡിംഗ് ഇൻ ദ മൈക്ക് ദാറ്റ് ഐ വാസ് പ്രീവിയസ്ലി യൂസിങ്. വീഡിയോയുടെ അവസാനം പുതിയ മൈക്ക് വെച്ചിട്ട് റെക്കോർഡിംഗ് സാമ്പിളും കൂടെ ഞാൻ ആഡ് ചെയ്തേക്കാം. ഈ ബ്രാൻഡിനെ പറ്റിയിട്ടൊന്നും എനിക്ക് വലിയ കാര്യമായിട്ട് അറിയില്ല. ആമസോണിൽ ബ്രൗസ് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ഇറ്റ് ഷോഡ് അപ്പ് ഇൻ മൈ ഫീഡ് ആൻഡ് അറൌണ്ട് 2700 റുപ്പീസ് എന്തോ ആയിരുന്നു. പ്രൈസ് കമ്പലിംഗ് ആയിട്ട് തോന്നിയതുകൊണ്ട് വാങ്ങി ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു. പാക്കേജിങ്ങിൽ ഇൻക്ലൂഡഡ് ആയിട്ടുള്ളത് 2 മൈക്ക്, ഒരു ട്രാൻസ്മിറ്ററോ എന്തോ അവസാനം പറയുമല്ലോ, റിസീവർ, പിന്നെ 2 സി ടൈപ്പ് ചാർജിങ് കേബിൾസ് മൈക്കിന് വേണ്ടിയിട്ട്, ആൻഡ് ഫൈനലി കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ലൈറ്റ്നിങ് ടു സി ടു ലൈറ്റ്നിങ് ആ സാധനമുണ്ട്. ഞാൻ നോക്കിയപ്പോൾ 2 മൈക്കിനും ചാർജിങ് കേബിൾ തന്നിട്ടുണ്ട്, പക്ഷെ ബോക്സിന് തന്നിട്ടില്ല. അങ്ങനെ വിട്ടാൽ പറ്റില്ലല്ലോ. അപ്പോൾ ഞാൻ പോയി വേറൊരു സി ടൈപ്പ് ചാർജർ എടുത്തുകൊണ്ട് 3 നമുക്ക് ഒരുമിച്ച് ചാർജ് ചെയ്യാം. സോ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ എനിക്കിതിനെപ്പറ്റി പറയാൻ വേണ്ടിയിട്ട്. ഞാനിനി ഈ മൈക്കിൽ റെക്കോർഡ് ചെയ്യുന്നത് നിർത്തുവാണ്. So I'm just going to walk out of the room and test how far the audio gets captured. I'll say filler shit. Jambu falani pakwani patanti jalebi mile. Pinendernu gulu gugulu gugulu. I'm standing all the way over here, and if this mic is recording my voice without much noise, I would say that this mic is വാക്കൈ മേ കാബിലെ താരീഫ്. ബിക്കോസ് ഉറുദു ഒക്കെ പുറത്തു വരുന്നു. അത്രയ്ക്ക് നല്ല മൈക്ക്. ഇതിന് ഏതാണ്ട് 3000 റുപ്പീസിന് താഴെ ഉള്ളൂ. ആൻഡ് ഇറ്റ്സ് ഡൂയിങ് എ ഡീസെൻറ്റ് ജോബ്. ഇനി ബാറ്ററി ലൈഫും കാര്യങ്ങളൊക്കെ നമുക്ക് പിന്നെ നോക്കാം. ബട്ട് ആസ് ഓഫ് നൗ ഐ തിങ്ക് ഇറ്റ് സീംസ് ലൈക്ക് എ ഡീസെൻറ്റ് പ്രോഡക്റ്റ് ഇല്ലേ? എഡിറ്റിങ്ങിൽ അറിയാം. ഐ എം ബാക്ക്. അപ്പോൾ ഇതുപോലെ വേറെ ഒരു പ്രോഡക്റ്റ് അൺബോക്സിങ് / ഊളച്ചളി ആയിട്ട് അടുത്ത റീലിൽ കാണാം. അതാ, നമസ്തേ, ബൈ.